ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ പ്രത്യേകാൽ ലോകം മുഴുവൻ കർത്താവിൻ്റെ ഉയർപ്പിനെ ആഘോഷമാക്കുന്ന അനേക വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ പകൽക്കാലം ധ്യാന ചിന്തയിലേക്ക് ഒരു വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത് ജനവുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 25-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഈ പകൽക്കാലം ധ്യാന ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. യഹോവ ഭക്തനായ പുരുഷനാര്, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു ചോദ്യത്തോട് തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അതിൻ്റെ ഉത്തരവും താഴെ പറയുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: യഹോവ ഭക്തനായ പുരുഷൻ ആര്? പ്രൈസ് ദി ലോർഡ്. അവനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചിന്തകളാണ് അവിടെ പങ്കുവെക്കുന്നത്. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് അടർത്തിയെടുത്തൊരു പദം ഞാൻ ജനവുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. യഹോവ ഭക്തൻ എന്ന പദം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെടുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമെന്ന്. അപ്പം ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന 6 അനുഗ്രഹങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതിൽ ഒരനുഗ്രഹം ഇങ്ങനെയാണ്: താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു മനുഷ്യജീവിതം എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. ഈ ഭൂമിയിൽ അവൻ്റെ ഉയർച്ചയും താഴ്ചയും അവൻ്റെ നാശവും അവൻ്റെ മുൻപോട്ടുള്ള ഗമനവും അവൻ്റെ ഭാവിയെല്ലാം തെരഞ്ഞെടുപ്പിനെ ആധാരമാക്കി. ദൈവജനം നമ്മൾ ആഗോളം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു ചിന്ത എന്നുള്ളത്, ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെച്ചതും തെരഞ്ഞെടുക്കുവാനുള്ള അവൻ്റെ ചിന്ത, അതിലവൻ ഏതു തിരഞ്ഞെടുക്കും എന്നതിനെ ആധാരമാക്കിയാണ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഗ്രഹവും തെറ്റായി തിരഞ്ഞെടുത്തവർക്ക് കിട്ടിയ വലിയ നാശവും കാണുവാനിടയായിത്തീരുന്നുണ്ട്. ആദമും ഹവ്വയും ദൈവം ഏദൻ തോട്ടത്തിലാക്കി വെച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷഫലങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. പക്ഷേ അവർ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ ഫലത്തിലേക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് മാനവജാതിയുടെ പാപം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഉയർപ്പ് ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഈ ദിനം കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ ക്രൂശുമരണവുമെല്ലാം അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നോക്കണം. നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെ 4 തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ട് രൂത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്നത് ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ടിടയായിത്തീരും. മറ്റുള്ളവർ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുകളൊക്കെ പരാജയത്തിലേക്ക് പോയപ്പോൾ ആ രൂത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠതയുള്ളതും അത് അവളുടെ ഭാവിയെയും
പ്രൈസ് ലോർഡ്. ഇന്നും രൂത്തിനെ നാം ഓർക്കുമ്പോൾ ഹല്ലേലൂയ വലിയ ബഹുമാനത്തോടെ ഓർക്കുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വമായി നിലകൊള്ളുന്നത് ആ തെരഞ്ഞെടുപ്പിൽ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, തെരഞ്ഞെടുപ്പ് വലിയ വിഷയമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജീവനും തിരഞ്ഞെടുക്കാം, മരണവും തിരഞ്ഞെടുക്കാം. പ്രൈസ് ലോർഡ്. നിത്യത നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നിത്യത തിരഞ്ഞെടുക്കാം, അല്ല നിത്യനാശത്തിലേക്ക് പോകാനുള്ളത് തിരഞ്ഞെടുക്കാം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന ജനത്തോട് എനിക്ക് പറയുവാനുള്ള ഒരു വാക്ക്, പ്രൈസ് ലോർഡ്, തിരഞ്ഞെടുക്കേണ്ട വഴി. പ്രൈസ് ലോർഡ്. ദൈവഭക്തന് ദൈവം കാണിച്ചു കൊടുക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം തിരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു കൊടുക്കും. അപ്പോൾ വഴി കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നിങ്ങൾ ഇരുളിനെ സ്നേഹിച്ചു എന്നുള്ളതാ നിങ്ങളുടെ ന്യായവിധി. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ വന്നു, നമ്മുടെ രക്ഷയ്ക്കായി കാൽവറിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത മനുഷ്യന്, ദൈവത്തിലേക്ക് അടുക്കുവാൻ കഴിയാത്ത മനുഷ്യന് ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് അടുക്കുവാനുള്ള വഴി നമുക്ക് പിതാവ് കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയാണ്, ഞാനാണ് സത്യം, ഹല്ലേലൂയ, ഞാനാണ് ജീവൻ. ഇന്ന് പകൽക്കാലം ക്രിസ്തു എന്ന വഴി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുമ്പോൾ, അത് തിരഞ്ഞെടുത്തേണ്ട വഴി നമുക്ക് കാണിച്ചു തന്നിരിക്കുമ്പോൾ നമ്മത് സ്വീകരിക്കുക എന്നതാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് ജനത്തോട് പറയുവാനുള്ളത്. അപ്പോൾ ലോകം മുഴുവൻ യേശുവിൻ്റെ ഉയർപ്പിനെ വ്യർത്ഥ ആചരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ജനത്തോട് ഞാൻ പറയുന്നു, യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് ഗുണകരമാകണമെങ്കിൽ പിതാവ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവിങ്കിലേക്കുള്ള വഴി, നിത്യതയെങ്കിലേക്കുള്ള വഴി, ഹല്ലേലൂയ, നിത്യനാശമായ നരകത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള വഴി കാണിച്ചു തന്നിരിക്കുമ്പോൾ ആ യേശുവിനെ സ്വീകരിച്ച്, യേശുവിനെ ആരാധിച്ച്, യേശുവിലൂടെ ആ നിത്യതയിൽ എത്തുവാൻ കഴിയുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ലോകം മുഴുവൻ ഉയർപ്പിനെ കൊണ്ടാടുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിത്യത, ഹല്ലേലൂയ, അതെ, ഹല്ലേലൂയ, സ്തോത്രം, പിതാവായ ദൈവം നിത്യതയ്ക്ക് വേണ്ടി പുത്രനെ തന്നത് നമുക്ക് അനുഗ്രഹവും, ഹല്ലേലൂയ, അതെന്നും നമുക്ക് സന്തോഷവുമായി തീരും. കേവലം ഒരു ദിവസത്തെ സന്തോഷമല്ല, എന്നും അത് സന്തോഷമായി തീരുന്ന അനുഭവം കർത്താവ് നമുക്ക് തരട്ടെ എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, ജനത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ, ദൈവം തിരഞ്ഞെടുക്കുവാൻ പുത്രനെ തന്നു. ആ പുത്രൻ എന്ന വഴി, ഹല്ലേലൂയ, നിത്യതയ്ക്കുള്ള വഴി സ്വീകരിക്കാൻ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനത്തിൽ അനേകർ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം കാണിച്ചു കൊടുത്തതുണ്ട്. നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം, അവർ ചെങ്കടലിൻ്റെ കരയിലേക്ക് വരുന്നത് മോശയുടെ ഐഡിയ പ്രകാരമല്ല. ദൈവം പറഞ്ഞത്, നീ ചെങ്കടലിൻ്റെ കരയിൽ പാളയമിറങ്ങണം. പ്രൈസ് ദി ലോർഡ്. അവിടെ വന്നിറങ്ങിയപ്പോൾ വഴിയില്ല മുൻപോട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തിന് മുമ്പിൽ കരയുകയായിരുന്നു, ദൈവമേ അടുത്ത ചുവടുവെപ്പെങ്ക. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയാണ്, സ്തോത്രം, മോശ തൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കയ്യിലിരുന്ന വടിയെടുത്ത് നീട്ടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ ഇതാ ചെങ്കടൽ രണ്ടായി പിരിയുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്തിൽ ഇങ്ങനെയാണ് ഞാൻ ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, സ്തോത്രം, ഇന്നലെ അവരെ ഇറങ്ങി തിരിച്ചപ്പോഴല്ല ഈ ചെങ്കടൽ, സ്തോത്രം, അകത്തൊരു വഴിയിട്ടിരുന്നത്. നാളുകൾക്ക് മുമ്പ് തന്നെ ദൈവം ഒരു വഴി ഒരുക്കി വച്ചിരുന്ന്
വെള്ളം കൊണ്ട് മൂടി വെച്ചിരുന്നു. പ്രൈസ്, ശത്രു കാണാതെ അത് വെള്ളം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രം പോകുവാൻ ദൈവം വെള്ളം കൊണ്ട് ഹല്ലേലൂയ മൂടി വെച്ച വഴി ഹല്ലേലൂയ തൻ്റെ ജനം വന്നപ്പോൾ സ്തോത്രം മോശയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 42 സ്ഥലത്ത് ഹല്ലേലൂയ ഇസ്രായേൽ പാളയമിറങ്ങിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പാളയമിറങ്ങിയിട്ട് അടുത്ത ചുവടുവെപ്പൊക്കെയും സ്തോത്രം നമ്മൾ കാണുന്നത് സ്തോത്രം ഹല്ലേലൂയ അവർക്ക് മുൻപിൽ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മേഘം പൊങ്ങുമ്പോൾ അവർ മേഘത്തെ നോക്കിക്കൊണ്ട് അടുത്ത ചുവടുവെപ്പ് വെക്കും. ഇന്ന് പകൽക്കാലം സ്തോത്രം കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവത്തിലെ നിന്റെ മുമ്പിൽ ചെങ്കടൽ വരാം, നിന്റെ മുമ്പിൽ എരിഹോ വരാം, ഹല്ലേലൂയ മരുഭൂപ്രയാണത്തിൽ ഹല്ലേലൂയ സാധ്യതകളില്ലാത്ത മേഖലകൾ വരാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാ. സ്തോത്രം നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം കാണിച്ചു തരും. നീ തിരഞ്ഞെടുക്കേണ്ട വഴി ദൈവം കാണിച്ചു തരും. നിന്റെ ഉത്തരവാദിത്തമാ കാണിച്ചു തരുന്ന ആ വഴി നീ സ്വീകരിച്ചു പോകുന്നെങ്കിൽ നിന്റെ ഭാവി മേഖലയ്ക്ക് അത് അനുഗ്രഹമായിരിക്കും. എന്നാൽ സ്തോത്രം നമ്മൾ മറ്റൊരു ചിന്തയോടെ ഇതിനോട് ചേർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് സ്തോത്രം പൗലോസും ബർന്നബാസും മിഷണറി യാത്രയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം അവർ പംഫോസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ദേശാധിപതി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസിനെയും ബർന്നബാസിനെയും ദൈവവചനം കേൾക്കാൻ വിളിക്കുമ്പോൾ ഈ ദേശാധിപതിയെ വചനം കേൾപ്പിക്കാതിരിക്കുവാൻ തടയുവാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചു. അവൻ്റെ പേര് എലിമാസ് എന്ന്. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ആ വചനം കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രൈസ് ലോർഡ്. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഹേ കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? നോക്കണം. അപ്പോൾ കർത്താവിൻ്റെ വഴി, ഒരു സാധ്യത, സുവിശേഷം കേൾക്കുന്ന ഒരു സാധ്യതയെ മറിച്ചു കളയുന്ന എലിമാസ് എന്നൊരു ഹല്ലേലൂയ സ്തോത്രം ഒരു വിദ്വാൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നോക്കണം, 2 മേഖലയിൽ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, ദൈവം വഴി കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ശത്രു വഴിയെ മറിച്ചു കളയുന്നു. ഇത് രണ്ടും നമ്മുടെ ഇടയിലുണ്ട്. വഴി കാണിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്, വഴിയെ മറിച്ചു കളയുന്ന ശത്രുവുമുണ്ട്. ഈ പകൽക്കാലം പ്രൈസ് ദി ലോർഡ് വഴിയെ മറിച്ചു കളയുന്ന ശത്രുവിനെ കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് വഴിയെ കാണിച്ചു കൊടുക്കുന്ന ദൈവത്തെ സ്നേഹിച്ച് പ്രൈസ് ദി ലോർഡ് ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവം വഴിയെ കാണിച്ചു തരുമ്പോൾ അതിലൂടെ നടക്കാം. അത് ശുഭതയുടെ വഴിയായിരിക്കും, അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഹല്ലേലൂയ. അത് ചെന്നെത്തുന്നത് സ്തോത്രം ശ്രേഷ്ഠമേറിയ മാർഗത്തിലാണ്. അതുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന വഴിയെ ഹല്ലേലൂയ പിശാച് മറിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ഉദ്യമത്തിൽ പെടാതെ, അവൻ്റെ പദ്ധതിയിൽ പെടാതെ കർത്താവിൻ്റെ വഴികളെ കണ്ട് അതിലൂടെ യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഉയർപ്പിൻ്റെ പ്രഭാതം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഈ പ്രഭാതത്തിൽ ദൈവജനമേ ഹല്ലേലൂയ ദൈവം വഴിയെ കാണിച്ചു തരുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വഴിയാണ്, നമ്മുടെ ഉയർച്ചയുടെ വഴിയാണ്, നമ്മുടെ നന്മയുടെ വഴിയാണ്. ആ വഴിയെ സ്വീകരിച്ച് ആ വഴിയിലൂടെ നടക്കുവാൻ കർത്താവിനോട് ചേർന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിനെ ഭയപ്പെടുന്ന ഹല്ലേലൂയ കർത്താവിനോട് സ്നേഹമുള്ള കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായി തീരാം. അതിനായി വചനങ്ങൾ ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവേ, അങ്ങ് വഴി കാണിച്ചു കൊടുക്കുമ്പോൾ വഴിയെ മറിക്കുന്നൊരു പിശാചുണ്ട്. കർത്താവെ, അങ്ങ് കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ പോകുവാൻ വചനം കേട്ട ജനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങ് വഴി കാണിച്ചു കൊടുക്കുന്നവനെന്ന് ഞങ്ങൾ കേട്ടു. അതേ കർത്താവെ, ആ വഴിയെ തിരഞ്ഞെടുക്കുവാൻ ഈ വചനം കേൾക്കുന്ന ജനത്തിനിടയാക്കണമേ. അതവർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹീതമായൊരു പ്രഭാതം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.